ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജസ്റ്റ് ശ്രീ തിങ്സ്. അപ്പോൾ ഗായ്സ്, ബാക്ക്ഗ്രൗണ്ട് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, യെസ് ഞാൻ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് ഉത്രാടായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങൾ എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. യെസ് അതെ ഗായ്സ്, നാളെ തിരുവോണമാണ്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഗായ്സ്, സദ്യ കഴിക്കാനും പായസത്തിനും പിന്നെ നല്ല നല്ല ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇവിടെ തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് പുറത്തുനിന്ന് വാങ്ങലും ഇതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇവിടെ എന്നാലും കുറെ വീട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ടാക്കലുണ്ട് കേട്ടോ. ഇവിടെ എന്തായാലും ഉണ്ടാക്കലാണ്. ഇവിടെ അച്ഛൻ തൃക്കാക്കരപ്പന ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിൻ്റെ ഓരോ വീഡിയോസും ക്ലിപ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഒരു ഡേ ബിഫോർ തിരുവോണം, അപ്പൊ അങ്ങനത്തെ ഒരു വീഡിയോ എടുക്കാന്ന് ഞാൻ വിചാരിച്ചു. സോ നമുക്ക് അധികം ലാഗാക്കാതെ നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതൊന്ന് ഉത്രാടത്തിന് വെച്ച് തൃക്കാക്കരപ്പനായിരുന്നു കേട്ടോ. ഇന്ന് ഉത്രാടത്തിന് പുറത്ത് തൃക്കാക്കരപ്പന വെച്ചിട്ട് പുറത്ത് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഉള്ളിലായിരുന്നു പൂട്ടിയിരുന്നത്. ഇതാ ന്യൂ സ്റ്റോക്സ്, അച്ഛൻ ചെടികളുടെ പുതിയ സ്റ്റോക്കുകളാണ്. ഞാൻ എല്ലാ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടാവും എൻ്റെ അച്ഛൻ്റെ ചെടിയോടുള്ള ക്രൈസിനെ പറ്റിയിട്ട്. അപ്പോൾ പുതിയ ചെടികളാണ് ഇതൊക്കെ. ഇവിടെ ഒരാൾ വീട് മാറിപ്പോയിട്ട് ഈ ഭാഗത്തേക്ക് പിന്നോള് വരില്ല. ഓളെ ഞാൻ കാണണമെങ്കിൽ ഞങ്ങൾ ഡാൻസ് ക്ലാസ് ഒന്ന് കാണണം, അല്ലാണ്ട് ഒക്കെ കിട്ടി വരാൻ വയ്യ. എന്നിട്ട് ഓള് ക്യാമറന്റെ ബാക്കിൽ തന്നെ ഒരു സ്കോ ഡാൻസ് കളിക്കുക. ഓക്ക് ഇങ്ങോട്ട് വരാൻ വയ്യ. ഓൾക്ക് വീട് മാറി പോയിട്ടേ ഓൾക്ക് ഈ ഭാഗത്തേക്ക് ഓക്ക് കാലെത്താൻ വയ്യ. ഓള് ഉണ്ടായിരുന്നുണ്ട്. ഗൈസ്, ഞാൻ നിങ്ങളോട് വീഡിയോസിൽ പറയലില്ലേ ഇവിടെ ഒരു ഗാർഡൻ സെറ്റപ്പ് ആണെന്ന്. ഞാൻ പറഞ്ഞത് വെറുതെ അല്ല. കണ്ടോ, ചെടി പടർന്ന് ഇനി പെരപ്പുറത്തേക്ക് എത്താനും കൂടി ഉള്ളൂ. അതുവരെ ആയിരുന്നു. ഇനി താഴ്ത്ത് ഇവിടുന്ന് തുടങ്ങും. ഗൈസ്, ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഞങ്ങൾക്ക് ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ഞങ്ങളുടെ പാടവും കുളമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഗൈസ് ഞങ്ങളുടെ പാടം. കണ്ടോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അമ്പലം, ശ്രീ മാറാക്കര ദുർഗാ ഭഗവതി ക്ഷേത്രം. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ അമ്പലക്കുളം. കുളത്തിൻ്റെ പിന്നിൽ പല സ്റ്റോറീസും ഉണ്ട്. ഈ കുളത്തിലാണ് ഞാൻ ഗൈസ് മുങ്ങി ചാവാൻ പോയത്. കണ്ടോ, എന്നെ രക്ഷിച്ച ഒരു കുട്ടി. ഇനി ഒന്നും കൂടി ഉണ്ട്, അതവിടെ വീട്ടിലുണ്ടാവും അല്ലേ? അതിന് ശേഷം പിന്നെ ഞാൻ കാല് കഴുകാൻ പോലും ഈ കുളത്തേക്ക് ഞാൻ ഇറങ്ങിയിട്ടില്ല. ജസ്റ്റ് ഒന്ന് കാല് നനയ്ക്കുക, അല്ലെങ്കിൽ അമ്പലത്തിൽ തേങ്ങ മുട്ടറക്കാനുണ്ടെങ്കിൽ ഒക്കെ ഞാൻ പൈപ്പിന്ന് വെള്ളം, ഇവിടെ പൈപ്പുണ്ട്, പൈപ്പിന്ന് വെള്ളം എടുത്തിട്ട് അതിൽ വെള്ളമാക്കിയിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുള്ളൂ. കുളത്തേക്ക് ഇറങ്ങിയിട്ട് നനയ്ക്കുന്ന പരിപാടിക്കില്ല. അതെ, കുളം ഇങ്ങനെ നിന്ന് ആസ്വദിക്കും, ഹായ് കുളം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇറങ്ങി ഉള്ള ആസ്വാദനം ഞാൻ നിർത്തി, മതിയായി. കാരണം നിങ്ങൾക്കറിയോ ഇതിന്റെ ഉള്ളിന്റെ അടിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പോയി കണ്ടു. മറ്റേ സ്കൂബ ഡൈവിംഗ് ഒന്നും ചെയ്യണ്ട, ഇവിടുത്തെ കുളത്തിന്റെ അടിയിൽ പോയിട്ട് എന്തൊക്കെ ഉണ്ട്, കുറെ പായലുണ്ട്, എന്തെല്ലോ ഉണ്ട്. കേറി വന്നപ്പോ എന്താ ഉണ്ടായിരുന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. കുട്ടി വേറെ ഏതോ ലോകത്ത്, ഞാൻ വേറെ ലോകത്തായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, എന്തോ ദൈവഭാഗ്യത്തിന്. അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുക്കപ്പോ ഞാൻ ഉണ്ടാവൂലായിരുന്നോ? അതെ, അന്ന് എന്റെ മുടിക്ക് കുറച്ച് നീളുണ്ടായോണ്ട് അച്ഛൻ്റെ മുടി ഈ മുടി വെച്ചാണ് ഇപ്പൊ ഞാൻ ചാടിയിരുന്നെങ്കിൽ തീർന്ന്, റെസ്റ്റ് ഇൻ പീസ്. അതുകൊണ്ട് അതിന് ശേഷം പിന്നെ ഞാൻ ഈ കുളത്തിലോട്ട് വന്നിട്ടേ ഇല്ല. എനിക്ക് ആഗ്രഹമുണ്ട്, നമ്മളിപ്പോൾ അറിയൂല നെവർ ഗിവ് അപ്പ് എന്നൊക്കെ പറഞ്ഞ് നീന്തൽ പഠിച്ചിട്ട് ഇറങ്ങണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ പേടിച്ചു പോയി ഗൈസ് വല്ലാതെ. അതുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങലില്ല. ഇതിനും കുറെ കാലമായിട്ട് പേടിയായിരുന്നു, ഇത് ഇറങ്ങലില്ല. ഞാൻ മുങ്ങി ചാവാൻ പോയതിനു ശേഷം പിന്നെ ഇവക്ക് പേടിയായി. ഇവള് നന്നായിട്ട് നീന്തും മുങ്ങും ചാടും ഒക്കെ ചെയ്യും. പക്ഷെ ഞാൻ മുങ്ങി പൊങ്ങിയതിന് ശേഷം ഓക്ക് പേടിയായി. അപ്പൊ എല്ലാരെയും ഞാൻ പേടിപ്പിച്ചു ഗൈസ്. അതുകൊണ്ട് ഇപ്പൊ ഈ നീന്തൂലേ? എന്നാലും ഒക്കെ ചെറിയ എന്തൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ഞാൻ നീന്തൽ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ട്രൈ ആക്കിയിരുന്നു, ഇവിടുന്നല്ല, എന്റെ കസിന്റെ വീട്ടിൽ പോയിട്ട്. അന്ന് ദേവചേച്ചിയുടെ വീട്ടിൽ പോയില്ല, വീട്ടിൽ നിന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് നീന്തൽ നോക്കി. പക്ഷെ അപ്പോൾ എനിക്ക് പേടി. ഞാൻ വെള്ളത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാനന്ന് മുങ്ങിയത് ഓർമ്മ വരും. എന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ.
അപ്പൊ ഇതാണ് എൻ്റെ ഒരു അനുഭവം ഈ കുളത്തിനെ പറ്റിയിട്ട്. പിന്നെ ആക്ച്വലി സംഭവം നല്ല കുളം കേട്ടോ, നീന്താന്ന് വെച്ചുള്ളവർക്ക് നല്ലതാ, മഴക്കാലത്ത് വന്ന് ചാടി മറിഞ്ഞൊക്കെ കുളിക്കാനൊക്കെ. ഓക്കെ, അപ്പൊ ഇതാണ് അമ്പലം ആൻഡ് കുളം. ഇനി അടുത്തത്, ഇനി നമുക്ക് ഞാൻ തോട് കാണിച്ചു തരാം. ഇതിപ്പോ ഞാൻ ഡേ ബിഫോർ തിരുവോണം എന്ന് പറഞ്ഞിട്ട് നാട്ടിൽ എന്തൊക്കെയുള്ളതെന്ന് കാണിച്ചു തരുന്ന പോലെ ആവും. എന്തായാലും ഇതോടെ കിടക്കട്ടെ, അത് കാണും എൻ്റെ ഇവിടെ എന്തൊക്കെയുള്ളത് നിങ്ങൾ അറിയണ്ടേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചളിയിലൊന്നും ചവിട്ടാതെ പാടത്തേക്ക് കടന്നിട്ടുണ്ട്. ഞാൻ അവിടുത്തെ പാടത്തിന്റെ വ്യൂ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. വാട്ട് എ വ്യൂ ഗൈസ്. ഈ പാടത്തു നിന്നാണ് ഞാൻ എൻ്റെ തുളസി ഷൂട്ട് ചെയ്തത്. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണൂ. ഞാൻ യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഇവിടെ നിന്നായിരുന്നു ഷൂട്ട് ചെയ്തത്. ഇവിടെ ഇപ്പം പുല്ലുണ്ട്, അന്നേരം പുല്ലില്ലായിരുന്നു, ബട്ട് പുല്ലുണ്ടായിരുന്നു. എന്നാൽ ഞങ്ങളതെല്ലാം വെട്ടി സെറ്റപ്പാക്കി. അങ്ങനെ ഇതാണ് ഞങ്ങളുടെ പാടം. ഇനി തോട് കാണിച്ചു തരാവേ. ഗൈസ്, തോടിൻ്റെ കളറ് കണ്ടിട്ട്, സോറി വെള്ളത്തിൻ്റെ കളറ് കണ്ടിട്ട് ആരൊന്നും വിചാരിക്കണ്ട, മഴയൊക്കെ പെയ്ത അങ്ങനെ തന്നെ. ഇത് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോവും, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇതിൽ മീനൊക്കെ ഉണ്ടാവും. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് പിടിക്കാൻ നിന്നാൽ മീനെ കിട്ടും അല്ലേ. തോടായാലും കുളമായാലും ശ്രീലക്ഷ്മി ഇറങ്ങൂല. നോ, വെള്ളം അലർജി ആയിക്കണു ഇപ്പൊ. ഗൈസ്, നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ പൂവ് ഇഷ്ടമാണെന്നല്ലേ പറയുന്നത്? കാരണം ഇത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് പാലം. ഇനി ഇവിടുന്ന് അവിടെ പോയി കഴിഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് പോവുക. പിന്നെ ആ കാണുന്നൊരു വെള്ള വീട് കണ്ടു, അതിൻ്റെ അപ്പുറം റോഡുണ്ട്. ഇത് നേരെ ചെന്ന് റോഡിലേക്കാ കയറാം. ഇത് പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് തോടിങ്ങനെ പോവും, അതേപോലെ ഇങ്ങോട്ടും പോവും. ഇവിടെ സെയിം പാടവും ഇതൊക്കെ ആയിട്ട്. അപ്പൊ ഇതാണ് ഞങ്ങളുടെ തോടും അതിൻ്റെ അടുത്തുള്ള പാടം. പിന്നെ അപ്പുറത്തേക്ക് റോഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങോട്ട് ഇപ്പൊ എന്തായാലും പോണില്ല, കാരണം അവിടെയൊക്കെ ഫുള്ള് കാടും ഇതൊക്കെ. വല്ല പാമ്പും കുത്തി ചത്താലേ നാളെ വീഡിയോ എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല, തിരുവോണാണ്. അല്ലെങ്കിൽ ഞാൻ പോയേനെ, ഞാൻ വേറെ ദിവസം അവിടെയൊക്കെ പോയിട്ട് കാണിച്ചു തരാം ഗൈസ്. ഇപ്പൊ അതെ, നാളെ തിരുവോണമായിട്ട് നമ്മൾ വേണം ഇവിടെ. ഓക്കേ, അപ്പൊ അപ്പൊ നമ്മള് തോടും കണ്ടു, കുളവും കണ്ടു. ഇനിയിപ്പോ എന്താ കാണിക്കാനുള്ളത്? ഇപ്പൊ ഈ ഒരു ഏരിയയിൽ കാണിക്കാൻ വേറെ ഒന്നുമില്ല. അമ്പലം കാണിച്ചു തന്നില്ലേ, അമ്പലം കാണിച്ചു. അമ്പലത്തിന്റെ ഉള്ളിലോട്ട് എനിക്ക് കയറാനായിട്ടില്ല. ഞാൻ വേറെ ദിവസം ഉള്ളിൽ കയറിയിട്ട് ഞാനെല്ലാം കാണിച്ചു തരാം കേട്ടോ, അമ്പലത്തിനുള്ളിൽ എന്തൊക്കെയുള്ളതെന്ന്. ഓക്കേ, അപ്പോ തോട് കാണിച്ചു തന്നു, കുളം കണ്ടു. ഇനി നമുക്ക് വീട്ടിൽ പോയി നോക്കാം. അവിടെ അച്ഛൻ തൃക്കാക്കരപ്പന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായി നമുക്ക് പോയോക്കാം. അങ്ങനെ അത് അച്ഛനോട് തൃക്കാക്കരപ്പനൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ആക്ച്വലി ഇത് കണ്ടു നിൽക്കാൻ നല്ല രസം കേട്ടോ. കാരണം എനിക്കതിൻ്റെ ABCD ഒന്നും അറിയില്ലെങ്കിലും ഇതിങ്ങനെ കാണാൻ ഭയങ്കര രസമാണ്. കാരണം നമ്മളെ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക രസമല്ലേ. ഇപ്പൊ കുറേ ഹാൻഡ് മെയ്ഡ് അല്ലാത്തത് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് വെക്കുമ്പോൾ ഇനി വേറൊരു രസമാണ്. അപ്പൊ എനിക്കിത് അച്ഛൻ ഓരോന്നിന്റെ പേരുകളൊക്കെ പറഞ്ഞു തരുന്നു കേട്ടോ. അച്ഛ, ഇതൊക്കെ എന്താ, ഇതെന്താ സംഭവം? ഏത് അമ്മയാര്? അത് രണ്ടുവോ? ഇത് അമ്മിയാര്, ഇത് അമ്മി. ആ, പട്ടര്, ഒരല്. ഒരലും പട്ടരും. ഗൈസ്, ഇതാണ് പട്ടര്, ഇത് ഒരല്. ഇതെന്താ, ഇതെന്തായിരുന്നു? അമ്മി. ഇത് അമ്മി, അമ്മിയാര്. ഇത് അമ്മിയാര്. ഇതൊക്കെ തൃക്കാക്കരപ്പൻ. ഇത് അതിനെ വെക്കാനുള്ള പീഠം. ഇനി ഒരാളെയും കൂടി ഉണ്ടാക്കാണ്ട് കേട്ടോ, പച്ചക്കറിക്കാരനത്ര. അത് ഉണ്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. ഗൈസ്, പച്ചക്കറിക്കാരനെ ഉണ്ടാക്കിയിട്ടില്ല പറഞ്ഞല്ലോ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണേ. അതിന്റെ ശലപ്പണി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യും. സീസൺ ആകുമ്പോ പഠിക്കാലോ. തൃക്കാക്കരപ്പന ഉണ്ടാക്കി കൊടുത്ത് എത്ര ഉറപ്പ് കിട്ടും? ഒരു തൃക്കാക്കരപ്പന ഉണ്ടാക്കി കൊടുത്താൽ എത്ര കിട്ടും? ഒന്നും പറയണില്ല ഗൈസ്. പുച്ഛം ഫീസ്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യും.
പച്ചക്കറി നമുക്ക് ഒന്ന് സൂം ആക്കി ഒഴിവാക്കി പോകണം കേട്ടോ. പച്ചക്കറിക്കാരന്റെ തലയിലും കൊട്ട നിറച്ച് പച്ചക്കറി. ഇവിടെ നാളെ എന്തൊക്കെയാണ് സദ്യക്കുള്ളത് ഞാൻ ചോദിച്ചു നോക്കട്ടെ. പറ, ഇവിടെ നാളെ എന്തൊക്കെയാണ് ചോറിന്? സാമ്പാറ്, അവിയല്, മറന്നുപോയി. അവിയല്, സാമ്പാറ്, ഉപ്പേരില്ലേ? കൂട്ടുകറി. കൂട്ടുകറി ഒക്കെ ഉണ്ടാക്കുവോ? ഓക്കെ, നെക്സ്റ്റ്. ഉപ്പേരി, പുളിയിഞ്ചി, പുളി നാരങ്ങ. അതെന്തൊക്കെയാ? ആ, എന്തോരച്ചാർ. പായസല്ലേ? പായസം, പാലട, പരിപ്പ്. ഈ അമ്മ പരിപ്പ് പായസേ കുടിക്കുള്ളൂ, പാലൊന്നും കുടിക്കൂല. അതുകൊണ്ട് പരിപ്പ് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ നമ്മൾ പാലട ഫാൻസ് അല്ല. അനുവിന് ഏത് പായസം ഇഷ്ടം? ഓക്കെ, സേമിയ ഇഷ്ടം ഉണ്ടാക്കണേ. എനിക്ക് സേമിയ ഇഷ്ടാണ്. ബട്ട് നമ്മൾ എലിശ്ശേരി പറയാൻ പറഞ്ഞു. ഓക്കെ, നാളെ ഇവിടെ എലിശ്ശേരി ഉണ്ട്. ചുരുക്കി പറഞ്ഞ എന്തൊക്കെയോ ഉണ്ട്. ഞാൻ നാളെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അതെ. അപ്പോ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് എനിക്ക് പാലട കിട്ടിയാൽ മതി. എനിക്ക് ചോറിട്ടില്ലെങ്കിലും വേണ്ടില്ല, പാലട. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ഒരു സന്ധ്യ നേരക്കായി വടക്കോളത്തലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ തൃക്കാക്കരപ്പനെ പൂജിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അച്ഛനാണത് ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീട്ടിലും അങ്ങനെ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ തൃക്കാക്കരപ്പനെ അതാ പൂജിക്കാനുള്ള ഓരോ തത്രപ്പാടിലാണ് അച്ഛൻ. പഴവും പിന്നെ എന്തോ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേദിക്കുന്നുണ്ട്. പിന്നെ പൂജ പോലെ ചെയ്യുന്നതാണ്. ഇതെല്ലാ കൊല്ലവും ഇങ്ങനെ തന്നെ ചെയ്യലുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും കൂടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ തിരുവോണത്തിന്റെ തലേ ദിവസം എന്തൊക്കെ ഉണ്ടാവാന്നൊന്ന് എടുത്തു വെക്കണം എന്ന് വിചാരിച്ച് തുടങ്ങിയ വീഡിയോ ആയിരുന്നു. പക്ഷേ നാട്ടിലത്തെ കുറച്ച് വിശേഷങ്ങളും എൻ്റെ കുറച്ച് എക്സ്പീരിയൻസുകളും എല്ലാം കൂടി ആയിട്ട് ബോറടിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് വരെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം. എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടിരുന്നവരേക്ക് എല്ലാവർക്കും ബൈ. പിന്നെ ഹാപ്പി ഓണം.